ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് നമ്മൾ ഭാഗധേയത്തിൻ്റെ രൂപകൽപ്പന ഈ ബുക്കിലെ ഒരു പോയിൻ്റാണ് പറയുന്നത്. അവനവനിലേക്ക് പുനരഭി വിന്യസിക്കുന്നത്. സങ്കല്പങ്ങൾ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. രാപ്പകൽ നാം വ്യക്തികളുമായി ബന്ധപ്പെടുകയും പലതും ഭാവനയിൽ കാണുകയും എപ്പോഴും മുദ്രണങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുദ്രണങ്ങൾ ശേഖരിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മിൽ തന്നെ നിരന്തരമായി സങ്കല്പങ്ങളും വച്ചു പുലർത്താറുണ്ട്. അയാൾ ധരിച്ചിരിക്കുന്ന കുപ്പായം കണ്ടില്ലേ? എവിടെ നിന്നാണോ അത് വാങ്ങിയത്? അവളുടെ സാരി അത്ര നന്നല്ല എന്ന് തോന്നുന്നു. ലെക്ചറർ ഇന്ന് അത്ര ഫോമിലല്ല. എൻ്റെ മാനസിക നില ഇന്ന് ശരിയല്ല. ഇങ്ങനെയെല്ലാം പറയുന്നതിന് മുൻപ് ഇതെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ കാണും. നമ്മുടെ ആലോചനകൾ തെറ്റായ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലതും തുടർച്ചയായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്, വിശേഷിച്ചും വിപരീതാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? ഗംഗാനദി അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആദ്യമായി ഒലിച്ചിറങ്ങുന്നത് നമുക്ക് കാണാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയെന്നു സങ്കല്പിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. എങ്കിലും ആദ്യത്തെ ആ വെള്ളത്തുള്ളിയോടൊപ്പം നടക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അത് തിരിച്ചും അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നേനെ. ആദ്യം അത് എന്തിലെല്ലാമോ തട്ടിത്തുടങ്ങി, പിന്നെ പല പാതയും ചുറ്റി അവസാനം സമുദ്രത്തിൽ ചെന്ന് പതിച്ച് അത്ഭുതകരമായ കാഴ്ച തന്നെ. സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നത് അത്ഭുതകരമായ കാഴ്ച തന്നെ. ഇതെല്ലാം പിന്തുടർന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത്ഭുതം തന്നെയാകുമായിരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ആശയങ്ങൾ. നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന നിമിഷവും തുടർന്ന് അവ ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നതും വിശേഷിച്ചും നമ്മുടെ അവസ്ഥ ഒരു നദി ഒഴുകുന്നത് പോലെ. ആശയങ്ങൾ ക്രമേണ കൂടുതൽ മഹത്തായ ആശയങ്ങളായി തീരുകയും നമ്മുടെ അവസ്ഥയെ ദൃഢീകരിക്കുകയും ചെയ്യുന്നു. വാക്കുകളിലൂടെ കൂടുതലായൊന്നും വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാകുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള പഠനത്തിൽ മുഴുകിയിരിക്കുകയാണെന്നതിനാൽ പുതിയ ഒരവസ്ഥയുമായി നിങ്ങൾ നിങ്ങളിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് ആ വാച്ചുണ്ട്, അയാൾക്ക് ആ ഐഫോണുണ്ട് എന്നെല്ലാം വിചാരിച്ചു കൊണ്ടിരുന്നാൽ ചെയ്യുന്നതെല്ലാം വെറുതെയാകും. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. നമ്മുടെ കാര്യം ഒന്നു മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഒരു ലക്ഷ്യം. ആവുന്നിടത്തോളം നേരത്തെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലെത്തുക എന്നത്. താങ്ക് യു.